After a long time, guys, we are back. അല്ലേ ഉള്ളൂ എന്ന് തിരിച്ചു വന്നു. അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ നീ അന്ന് മറ്റേ ബൗണ്ടി ചെയ്തിട്ട് പേടിച്ചിട്ട് പോയതല്ലേ? പേടിച്ചിട്ടാ? ഓ പേടിക്കണമെങ്കിൽ ഞാനൊക്കെ വേറെ ജന്മം ജനിക്കണം. മൊത്തം മഴയാണല്ലോടാ ഇത്. വന്നല്ലോടാ, ഇങ്ങോട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നല്ലോടാ. നീ എവിടാ? ചെറിയ മഴയായി. എത്ര നാളായി ഈ ബ്ലോക്കൊക്കെ വെച്ചൊരു ഉണ്ടായിരുന്നു വെടിവെച്ചിട്ട്. ഇപ്പേ നമ്മൾ ഏകദേശം പരിപാടി ഒക്കെ ചെയ്തിട്ട് 2-2.5 മാസമായി. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോ കുറച്ച് കിടിലമായിരിക്കണം. ഇന്നത്തെ പരിപാടി നമ്മൾ പോണ വഴിക്ക് ആലോചിച്ചെടുക്കുമല്ല. പറഞ്ഞല്ലോ, നിന്റെ കുതിരയുടെ പേരെന്തായിരുന്നു? ഹിണ്ടിയാ കണ്ടിയുണ്ട്, രണ്ടുമുണ്ട്. Treat saying this is an opportunity you will not want to pass. Letter by M. ലെറ്റർ ബൈ എമ്മ? അതാരാ? എനിക്ക് എന്റെ എമ്മാരാ. എമ്മ മല്ലു വൈനറല്ലേ? ഞാൻ നിനക്ക് എപ്പോഴാണ് കത്തയച്ചത്? നീ ആരെന്റെ കാമുകിയോ കത്തയക്കാനായിട്ട്? കുണ്ടി ഇവിടെ വന്നല്ല. താണ്ട ഇതാണോ? ഫുഡൊന്നും കിടക്കത്തില്ല, പഴയ പോലെ സൈസ് ഒന്നും ഇല്ലടാ ബാക്കിന്. സൈസ് ഇല്ലാന്ന് ഇത് കണ്ടിട്ട് എങ്ങനെ സൈസ് ഇല്ലാന്ന് തോന്നി? പണ്ട് കുറച്ചുകൂടെ സൈസ് ഇല്ലായിരുന്നോടാ ഇതിന്. അതമ്മ ഓടുമ്പോഴല്ലേ തോന്നിക്കത്തുള്ളൂ സൈസ്. ഇപ്പൊ തോന്നല്ലേ? ശരിയായി, കേറി ഇരുന്നപ്പോഴാണ് മനസ്സിലായി ഇച്ചിരി സൈസ് ഉണ്ട് കേട്ടോ. വണ്ടി ഞാൻ ഒരു കാര്യം പറയാം അല്ല, നമ്മ കൊറേ നാൾക്ക് ശേഷം വേണ്ട നമ്മ ഇന്ന് ഒറ്റ ഒരു രീതിയിൽ നമ്മൾ നിർത്തത്തില്ല. കാര്യം ജീവിക്കണം നമുക്ക്. നമ്മൾ കോടികൾ സമ്പാദിച്ചു, ഇനി ജീവിക്കാനായിട്ടുള്ള എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, മനസ്സിലായി? ഇനി നമുക്ക് വേണ്ടത് പവറില്ലടാ സ്നേഹിപ്പേ, പവർ. ഒരു കാര്യം പറയട്ടെ, ഈ പൈസ കൊണ്ട് നമുക്ക് ഒരു 3 കുതിര അല്ലെങ്കിൽ 2 കുതിരേനെ മേടിക്കാം. ഒരേ 2 കുതിര പോരെ ഒരാൾക്ക് ഒരു കുതിരയുടെ ആവശ്യമില്ല. ബാക്കിയൊക്കെ വെറുതെ അല്ലേ, അഹങ്കാരമല്ലേ അത്? അഹങ്കാരമല്ല അത്. അല്ല, വണ്ടി ഓടിക്കണേ വേണ്ടേ കുതിര? മറ്റേ വണ്ടി ഇല്ലേ? ഏത് വണ്ടി? മറ്റേ കെട്ടി വലിച്ചോണ്ട് പോകുന്ന സാധനം. അതിന് 2 കുതിര വേണ്ടേ? നമുക്ക് മറ്റേ മൊട്ടശണ്ടനെ കാണാൻ പോയല്ലേ? അതാരാ? മറ്റവനില്ലടാ, നമുക്ക് ഇടക്കിടക്ക് മറ്റേ ജോലി എന്നിട്ട് മറ്റേ പൈസ എറിഞ്ഞവന്മാര്. കൂടെ മറ്റൊരു പെണ്ണുണ്ടായി, ഓർമ്മയുണ്ടാ? അതൊക്കെ നീ മറന്ന്. കാലം കുറെ ആയില്ലേ സ്നേഹിപ്പേ, കൊറേ കാര്യങ്ങളൊക്കെ മറന്നടാ. എന്തൊരു പെട്ടെന്നൊരു എന്തൊരു വെച്ച് പോലെ പോണ. അല്ല, പഴയ കഥയൊക്കെ ആലോചിച്ചപ്പോ പെട്ടെന്ന് ശ്വാസം മുട്ടതാ. പണ്ടത്തെ നമ്മുടെ സ്വീറ്റിന്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴേ സത്യം സ്വീറ്റിയെ പോലെ ഒരു കൊച്ചിനെ പിന്നെ കണ്ടിട്ടേ ഇല്ല സ്നേഹിപ്പേ. സ്വീറ്റ് ഒരു വിഷയമായിരുന്നല്ലേ? കുഴപ്പമില്ല, അത്രയ്ക്ക് ഒരു ഇതില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് മനസ്സിലായി, നിനക്ക് മറ്റേ തള്ളച്ചീനല്ലേ ഇഷ്ടം. നീ അന്ന് മറ്റേ ബേബികൾ എന്ന് പറഞ്ഞിട്ട് പോയത് ഓർമ്മയുണ്ടോ നിനക്ക്? ഏത് ബേബികള്? ഞാൻ ആകെ സ്വീറ്റിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബേബികളെന്ന്. വേറെ ഏത് പെണ്ണിന്റെ പുറകെടാ ഞാൻ പോയത്? നീ പറ. എടാ, സ്വീറ്റിനെ വെച്ച് നീ കണ്ടിട്ട് നീ മറ്റേ വായും കുളന്നിരുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബോയ് ഫ്രണ്ടിന്റെ കൂടെ കണ്ടപ്പോ. അതത്രേ ഉള്ളു. അതിപ്പോ എന്ത് ചെയ്യാനാ, നമ്മുടെ മനസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ ഇഷ്ടമൊക്കെ തോന്നിന്നൊക്കെ ഇരിക്കും. അത് സർവ്വസാധാരണം. അത് കഴിഞ്ഞിട്ട് അല്ലാതെ നിന്നെ പോലെ മറ്റേ കാട്ട് തള്ളച്ചിയുടെ പുറകെ പോയില്ലടാ ഞാൻ. ഒരു മിനിറ്റ്, അത് കഴിഞ്ഞ് നിനക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർമ്മയുണ്ട് തലേന്നിട്ട് പാട്ടേക്ക് ഇട്ടിട്ട് ഇടിക്കാൻ പോയത് ഒരു തന്നെ ഒരു. അത് നമ്മള് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, അത് ആരും കാണാത്തോണ്ട് രക്ഷപ്പെട്ട്. ശരിയായ കഴപ്പായിരുന്നല്ലേ അത്? മറ്റവൻ എന്തോ ബാങ്ക് റോബറിനെ പറ്റി എന്തോ പറയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വേണമെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് സത്യം പറഞ്ഞ അന്ന് ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഷണ്ടന്റെ അടുത്തോട്ടാ നമ്മള് ചെന്നത്. സത്യം എന്തൊക്കെ പ്രതീക്ഷയായിരുന്നറിയാം എനിക്ക്, എല്ലാം കൊണ്ട് കളഞ്ഞു ബ്ലാക്ക് മാജിക് എന്നൊക്കെ കേട്ടപ്പോ. നമ്മൾ ആദ്യം ഇവന്റെ പൈസ എറിഞ്ഞു മേടിക്കുന്നു, ഇവന്റെ ജോലി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് മാജിക് ഉള്ള അവനെ നമ്മളെ കണ്ടുപിടിക്കും. പല പണ്ടൊക്കെ ഒരു ബാലനുണ്ടായി, റോട്ടിൽ എവിടെ കണ്ടാലും ആൾക്കാരെ പിടിച്ച് തല്ലുന്ന ഒരു ബാലൻ. അതൊക്കെ മാറിയടാ, ആ കാലമൊക്കെ മാറി. ഒരു വേറൊരു വൈബല്ലേ നമുക്ക് രാത്രിയോടെ. സത്യം കൊള്ളാല്ലേ? ഇത്ര മട്ടപ്പാതിരാതി ഇത്ര ഇതില് ആൾക്കാർ മൊത്തം ഇറങ്ങുമ്പോ ഒരുത്തന്തേ വന്നിട്ട് റൈറ്റില് ലെഫ്റ്റിലും വിളിച്ചിരിക്കണോക്ക്. ബാക്കിക്കുന്നല്ലേ? ഈ പാതിരാത്രി ഇങ്ങനെ നിക്കണ്ട ആവശ്യം എന്തോന്? വടി പോലെ ബ്രോ. എന്താ വീട്ടിൽ നിന്നും പോണ്ടേ ബ്രോ? പിക്കപ്പാ? ഓ അത് സോറി, അത് ക്യാപ്പായിരുന്നു. നടക്കാൻ അറിയാം. അവന്റെ തൊപ്പിയാണ് ഞാൻ ഇപ്പൊ വെച്ചോണ്ട് കിടക്കുന്നത്. എന്നിട്ട് പോലെ അവനത് ചോദിക്കണ്ട. കഷണ്ടി സ്ഥലടാ നിക്കടാ, ഇപ്പൊ അങ്ങ് തീർത്താലോ അവനെ. ഇങ്ങോട്ട് പിടിക്കുന്നില്ല. പക്ഷെ അവനൊരു പേടിയില്ലടാ അവന്റെ നടത്തേല്. അവന് എന്ത് ഇരുട്ടത്തൊക്കെ കൊണ്ടുപോണ്ടല്ലേ മൂലക്ക്.
ഇവൻ എന്നെ കൊണ്ടുപോകണോ അതോ ഞാൻ അവന്റെ പുറകെ പോകണോ? പക്ഷെ അവന്റെ നടത്തേക്ക് ഒരു ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? പാതിരാത്രി എന്താ ഇവിടെ ഒരു കപ്പിൾസ്? പാതിരാത്രി വീട്ടിലൊന്നും പോണ്ട പെണ്ണുപിള്ള. ഇത് നിങ്ങളുടെ 2025 1900 ആണ്. ഇവിടെ കുറച്ച് തന്തവായ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. മനസ്സിലായടി? വീട്ടിൽ പോടി, വീട്ടിൽ പോടാ. ആ സംസാരിക്കാന്നില്ല. വിട് 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 വിട്. ആ പിന്നല്ല എടാ, നമ്മളൊക്കെ ജീവിക്കുന്നതേ ഇത് 2025 കാലഘട്ടം. മനസ്സിലായോ? അതെങ്ങനെ ശരിയാവൂടാ? അത് ഇതിന് വലിയ കണ്ണ് വെച്ച് കണ്ട് എയിം ചെയ്യേണ്ടി വരും. കൊടുക്ക് കണ്ട ആ പെണ്ണും പിള്ള പോയില്ല. പെണ്ണുങ്ങളെ തൊടല്ലേ ഇവനെ എന്താടാ ഓടറാ. ആ അത്ര ഉള്ളു. ഇപ്പൊ ഇത് 1900 കാലം. മനസ്സിലായോ? നമ്മള് വന്ന ഇത് നമ്മൾ ഏതായാലും അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും അവരെ കാണാൻ പോവാ. നമ്മ പോലീസ് ആവണോ? മൂലക്കോയിന്റെ ഡ്രസ് മാറേ. ഞാൻ മറന്നില്ല, നീ മാറിക്കോ. എനിക്കൊന്നും പറ്റത്തില്ല ഇങ്ങനെ ഓപ്പൺ ഇരുന്ന്. മാറിയേട്ടാ, രണ്ടുപേരും മാറി. നല്ല ഷൊണ്ണ ലുക്കായില്ലേ? നല്ല സെറ്റപ്പ് ലുക്കായിരുന്നു വന്നപ്പോ. എന്റെ ലുക്ക് കണ്ടിട്ട് വിഷയല്ലേ? എടാ സംഭവം മനസ്സിലായില്ലേ? ബാങ്ക് അവന്മാര് മറ്റേ കൊള്ളയടിക്കാൻ വരും, നമ്മ രക്ഷിക്കണം. നീ കുറച്ചു പറഞ്ഞ കുതിര വണ്ടി ഇതല്ലേ? 2 കുതിര അതല്ലേ? ഇതല്ലേ അത്? തന്നെ ഞാനിത് അവിടെ നടന്നു പോന്ന ഈ അടിച്ചിട്ടൊന്നും കേറുന്നില്ലടാ. താണ്ടിരിക്കുന്നടാ. അപ്പുറത്തോട്ട് എന്താണ് ഇത്? രണ്ട് ജീവിതമുള്ളൂ. ഓ 2 ജീവിതമേ ഉള്ളല്ലേ? നീ വെടിവെക്കും, ഞാൻ വണ്ടി ഓട്ടും. അത്ര ഉള്ളത്. ഇപ്പൊ ഫുൾ ആമാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. എല്ലാത്തിനും പണി വിടുന്ന കാര്യം ഞാനും ഏറ്റടാ. വെറുതെ അടിക്കല്ലേ? റൈറ്റിൽ കൂടി പോണ ആള് കൊള്ളാലോ. പെണ്ണുമ്പിള്ളാണോ? ചെറുതായിട്ട് ഇത് കുതിരയായിരുന്നു, ഞാൻ കാറാന്ന് വിചാരിച്ചിട്ട് തിരുവരും ഡ്രിഫ്റ്റ് ചെയ്തല്ലേ? അല്ല നമ്മളിപ്പം ബാങ്ക് മോഷണമാണോ ഇത് ശരിക്കും പറഞ്ഞ? മോഷ്ടിക്കാൻ വരും, നമ്മളപ്പ രക്ഷിക്കുന്നു. ഓ അതാണോ? ഞാനൊരു ബാങ്ക് റോബറി പ്രതീക്ഷിച്ചു വന്നതാണ്. ഇതിപ്പം ബാങ്ക് റോബറി ചെയ്യുന്നവന്മാരിൽ നിന്ന് നമ്മൾ ബാങ്ക് സേഫ് ചെയ്യണം, അതാണല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ബാങ്ക് മാനേജർ ഓപ്പൺ ദി വോൾട്ട് പൈസ അടിയ നമ്മളെ വിശ്വസിച്ച് ഇവിടുത്തെ ബാങ്കിന്റെ വോൾട്ട് ഓപ്പൺ ചെയ്യാൻ പോകും. സത്യം, എന്ത് വിശ്വസിച്ചടാ? ഒരു ID പ്രൂഫ് എങ്കിലും ഞാൻ കാണിച്ചോടാ. മണ്ണുണ്ണി ഇവനൊക്കെ എവിടെന്നടാ ബാങ്ക് മാനേജർ ആയത്? തുറക്കടാ. ആ ഇത് ഏത് കാലഘട്ടമാണെങ്കിലും അവന്റെ ഒരു സേഫ്റ്റി ഒക്കെ ഉണ്ടോ? ടേക്ക് ഔട്ടോ? എടാ ഇത് ശരിക്കും പറഞ്ഞല്ലേ? നീ ആ ഡോറങ്ങടച്ചേ. ഡോറടക്കാൻ അത്രേ ഉള്ളു. This is too fast. കള്ളം തന്നെ. ഇതിപ്പോ എങ്ങനെയാടാ സ്റ്റോപ്പ് ക്രാക്കിംഗ്? പെട്ടെന്നാവട്ടെ, ഇതിപ്പോ ഞാൻ ശരിയായ കള്ളനല്ലാത്തോണ്ട് ഇത് എങ്ങനെയാ അറിയത്തില്ലടാ. എടാ ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോ സൗണ്ട് കേൾക്കും. അത് റെഡി. ഇങ്ങോട്ട് ഇനി ഇപ്പുറത്തോട്ട് ഇനി അങ്ങോട്ട്, വീണ്ടും അങ്ങോട്ട്, കുറച്ചുകൂടി ഇങ്ങോട്ട്. ഞാനൊരു കള്ളനായി മാറി. ഞാനൊരു പെരും കള്ളനായി മാറി. എടുക്ക്. എന്താ സാധനം കിട്ടി? ഓ മൈ ഗോഡ്. ബാങ്ക് മാനേജറിന്റെ ഓഫീസിലോട്ട് കയറി. കഴിഞ്ഞിട്ടില്ല, ഇതെന്തോ ഒരു ഫയൽ മാത്രമേ കിട്ടിയുള്ളൂ. ഇങ്ങോട്ട് ഏതെടുക്ക്. ഇങ്ങോട്ട് ഇവിടെ സെർച്ച് ഡ്രോയർ തുറക്കട്ടെ. ഇനി എന്തിപ്പോ ചെയ്യണ്ട? ഓടണോ? വാ, നമുക്കുണ്ടാവാ പേടി. കൊറേ ഉണ്ട്, എല്ലാം തപ്പണം. ഇവിടെ ഫുൾ ആക്കാരുണ്ട്, നമുക്ക് ഇനി അങ്ങോട്ട് പോയാൽ മതി. എന്റെ ലൂസിഫറിലെ ഡയലോഗാണ് ഇപ്പൊ ഓർമ്മയായിരുന്നു. മാലാഖയെ പോലെ വേഷമിട്ട് ചെകുത്താന്റെ പരിപാടിയാണ് നമ്മളിപ്പോ കാണിച്ചത്. അയ്യോ മരം കേറി. ടൈമില്ല. കഴിഞ്ഞോ? ആ ഫയൽ എടുക്കാനാണോ വന്നത്? പൈസ ഒന്നും ഇല്ല ഇപ്പം. അയ്യോ ഞാനാണോ ഓടിക്കുന്നേ? സൈപ്പ വെടിവെച്ച് പോലെടാ അത് കയറിയിരിക്കാതെ. സൈപ്പേ ചാവല്ലടാ. സൈപ്പേ കേറി. പന്നി ഇറങ്ങി വെടിവെക്കാനുള്ളതിന്. അയ്യോ ചത്തടാ. ഇല്ലേട്ടാ കുതിര. ഇതെങ്ങനെ അകത്ത് കയറിയിരുന്ന? നീ വീഡിയോയിൽ വന്നപ്പോ പുറത്തായത്? അത്രേ ഉള്ളു. കോഴിക്കോട് മറച്ചിട്ടാണെങ്കിൽ സൈപ്പിനെ രക്ഷിക്കൂടാ.
ഞാൻ ഓടിച്ചില്ല. മടിയില് മണ്ടയിലോട്ട് ഞാൻ മണ്ടയിലോട്ട് കയറി. നീ എവിടെ മണ്ടേ കയറി? എങ്ങനെ കയറി? ഏത് വഴി കയറി? എങ്ങനെടാ മണ്ടേ കയറിയത്? എനിക്കിവിടെ പറഞ്ഞാ. ഇവിടെ കണ്ട, എന്നെ കണ്ട, ബാക്കിൽ കണ്ട, ഇതിലെ സ്റ്റെപ്പ് ഉണ്ട് നോക്ക്. എടാ എന്നെ കൊല്ലാളത്തിടാ, എന്നെ കൊല്ലാളത്തി. സ്റ്റെപ്പ് ഒന്നും ഞാൻ കണ്ടില്ല സ്നൈപ്പേ. റിട്ടേൺ പോണ സ്നൈപ്പേ സ്റ്റെപ്പ് പറഞ്ഞ സ്റ്റെപ്പ് ഒന്നും ഇല്ല, തിരിച്ച് അങ്ങോട്ട് തന്നെ പോണെന്ന്. സ്നൈപ്പേ ഇവിടെ ആളത്തിടാ. അത്രേ ഉള്ളു സ്നൈപ്പേ. ഓടാ ഇതിലൊന്നും വഴിയില്ല. ഇത് ഏത് വഴി പോകണം? മറ്റേ നേരെ വഴി തന്നെ പോകാൻ പറ്റൂ. സ്നൈപ്പേ വാ, പുറത്തിറങ്ങാണ്ട് വേറെ വഴിയില്ല. സ്നൈപ്പേ അടി ഞാൻ ചത്തല്ലോടാ. അങ്ങനെ ചാവത്തല്ലോടാ. സ്നൈപ്പർ ഇരിക്കുമ്പോ എന്തിനാ കൂട്ടാ പേടിക്കുന്നത്? കഴിഞ്ഞില്ലേ അവന്റെ ഒക്കെ കളിയേ നമ്മളോട്. വാ ഇവിടെ ഏതോ ഒരുത്തനോടെ ഉള്ളു. അത്ര ഉള്ളു, അവനെ എടുത്തു. ഇവിടെ നോണ്ടാ. ഓടിക്കോ. ഇതേ നമുക്ക് അയ്യോ പട ഒരു പട. ഇതാരാ? എടാ ഒരു കൂട്ടുകാരനെ കിട്ടി. വാ നമ്മുടെ മറ്റവന് വെറുതെ ഇല്ല കേട്ടോ. അവിടെ ഇവിടെ നിന്ന് വെടി വെക്കണം കേട്ടോ. അതാണ് സംഭവം. പോടാ സ്നൈപ്പറാടാ കയ്യിരിക്കുന്ന. പോടാ അത്രേ ഉള്ളൂ. സ്നൈപ്പർ എല്ലാത്തിനും പെണ്ണു. ഇവിടെ വളർത്തിയോ? എവിടെ നിന്നൊക്കെ അടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്റെ മണ്ടേ കയറി വെടി വെക്കാൻ. അതാണ് നടക്കത്തുള്ളൂ. ഞാൻ ഇതിൻ്റെ അതെ ചവപ്പെട്ടിട മണ്ടയില്. തൊപ്പി വരും. വരുന്നുണ്ടെന്ന് പറ എന്റെ KGF-നായി. അവൻ വരുമല്ലോ, നമ്മുടെ കാര്യമല്ല. നമ്മളെങ്ങനെ രക്ഷപ്പെട്ടാൽ മതി. സത്യം ഇന്ന് നമ്മൾ എറിഞ്ഞ് അങ്ങോട്ട് കൊടുക്കും അവന്റെ ജീവൻ. ജീവൻ പോവും. ചാവടാ. അതിനു നമ്മള് ചാടിക്കറിക്കോ. ബാക്കിൽ നിന്ന് വെടിയുണ്ട്. അത്രേ ഉള്ളു സ്നൈപ്പേ. നമ്മുടെ കൂടെയുള്ള മൊണ്ണ ഇവിടെ ഉണ്ട് കേട്ടോ. ആളുണ്ട് കേട്ടോ. നിരക്കി എങ്ങനെ വന്നിട്ടുണ്ട്. ഇടിച്ചു കയറാൻ പോലുള്ള കഴിവ് പോലും ഇല്ല. ഇവനൊക്കെയാണ് നമുക്ക് വഹിച്ചു തരുന്നത്. അത്രേ ഉള്ളു വീടില്. ഞാൻ ഒരു കാര്യം പറട്ടെ, നമ്മളെന്തൊരു കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഗണ്ണടക്കാൻ വന്നതാണ്. പക്ഷെ നമ്മളെന്തിനാണ് അത് കണ്ട് പേടിച്ചത്? നമ്മൾ തിരിച്ചു വെടിവെക്കണം സ്പോട്ടിൽ. ജോക്കിങ് പറയുന്നതിന് മുമ്പ് എന്നിട്ട് താഴെ ഇട്ടിട്ട് അടിച്ചു വന്നിട്ട് അടിച്ചു കൊന്നിട്ടൊക്കെ ഇങ്ങോട്ടൊന്ന് ഈ ബൗണ്ടിയൊക്കെ നോക്കി. എടാ ഈ സ്ഥലം ഓർമ്മയുണ്ടോ? നമ്മളൊരു 1/4 മണിക്കൂർ ഫൈറ്റ് എടുത്ത് തോറ്റുപോയൊരു സ്ഥലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 2ഉം 3ഉം വട്ടം. ഓർമ്മയുണ്ടോ ഒരുത്തന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നത്? ആ തോൽവി ഞാൻ മറക്കത്തില്ല സ്നൈപ്പേ. അയ്യോ ഇങ്ങോട്ടൊന്ന് ഈ ബൗണ്ടി ഒരു പെണ്ണ് 4 ആൺപിള്ളേര് 5 ആൺപിള്ളേര്. നോക്കട്ടെ, ഒരു പെണ്ണ് 5 ആൺപിള്ളേരാ. ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇതില് ഏത് വേണമെന്ന് പറ. വേണ്ട നമ്മളെ അടുത്ത്. വുൾഫ്മാൻ. ഇതാണ് ഇത് നമ്മള് പോയതല്ലേ അവനെ കൊല്ലാൻ, ബ്ലാക്ക് മാജിക്. അത് പിടിച്ച ഇത് വേണ്ട. മാലാഖയെ പോലെ ഒരു കൊച്ചി. അത് മതി, ഇത് മതി സ്നൈപ്പേ. ഇത് ഞാൻ മറ്റേ ഒരു പെൺകൊച്ചു മറ്റേ ഇത് പറഞ്ഞത് ഇതാണ്. ഇതെന്താ ഗ്യാങ് ബാങ്ങാ? പക്ഷെ ഇതിനേക്കാൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയത് മറ്റേ മാലാഖയെ പോലെ നിക്കുന്ന കൊച്ചിനെ. ഇത് തന്നെ. Something about her. അവളുടെ ആ ചിരി. That smile was magic. I love you. What?